ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈക്കത്തെ മുന്നണി പോരാളിയായിരുന്ന ശ്രീ പത്മേശ്വരൻ്റെ 73ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് പത്മേശ്വരൻ ദിനാചരണം സംഘടിപ്പിച്ചത്. 1940കളിലെയും 50കളിലെയും ടി.വി.പുരത്തെ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൽ മികച്ച പങ്കുവഹിച്ച വിപ്ലവകാരിയായിരുന്നു ശ്രീ പത്മേശ്വരൻ. ചേർത്തലയിലെയും വൈക്കത്തെയും കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ശ്രീ പത്മേശ്വരൻ സംഘടനാ രംഗത്തേക്ക് കടന്നുവരുന്നത്. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി തവണ പോലീസിന്റെ അറസ്റ്റ് വരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച സമയത്ത് ദീർഘകാലം ഒളിവിൽ കഴിയുകയും പോലീസിന്റെ കൊടിയ മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്തു. അതിന്റെ ഫലമായി ക്ഷയരോഗബാധിതനായി 1951 ഡിസംബർ മാസം 10-ാം തീയതി അന്തരിച്ചു. പത്മേശ്വരൻ്റെ 73ാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ശ്രീ കെ.പി. ചന്ദ്രബോസ് പതാക ഉയർത്തി. തുടർന്ന് പുഷ്പാർച്ചന. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ശ്രീ എം.എസ്. രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ തൊഴിലാളികൾക്കിടയിൽ ധീരമായി പ്രവർത്തിച്ച സഖാവായിരുന്നു സഖാവ് പത്മേശ്വരൻ. ആ പ്രവർത്തനങ്ങൾക്കിടയിൽ പോലീസിന്റെ കണ്ണിലെ കരടായിരുന്നു പത്മേശ്വരൻ. കാരണം പത്മേശ്വരൻ ഒരു ധീരനായ പോരാളിയാണ്. അന്നത്തെ ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണമായിട്ടുള്ള പോലീസിന് പത്മേശ്വരൻ ഒരു പേടി സുപ്രം തന്നെയായിരുന്നു. സഖാവ് പത്മേശ്വരനെ പിടികൂടാൻ വേണ്ടി നിരവധി മാർഗങ്ങൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം പോലീസിനെ കണ്ടുപെട്ടിച്ച് ഈ നാട്ടിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്താനാണ് സഖാവ് പത്മേശ്വരൻ തീരുമാനിച്ചിട്ടുള്ളത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ റെജി സക്കറിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ നാടുവാഴിത്തത്തിന്റെയും ജന്മിത്വത്തിന്റെയും കോളനിവാസികളായ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെയും ഇരുണ്ട കാലഘട്ടത്തിൽ ഇരമ്പിയാർക്കുന്ന പോരാട്ട വീര്യവുമായി തല കുനിക്കാതെ പോരടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ നിരയിലുള്ളയാൾ തന്നെയാണ് സഖാവ് പത്മേശ്വരൻ. അവർ കൊടുത്ത ജീവനും ചൊരിഞ്ഞ രക്തവും വർത്തമാനകാല ഇന്ത്യയിലും കേരളത്തിലും വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ അത്യധികം ആവേശത്തോടെ നാം ആചരിക്കുന്നത്. CPM നേതാക്കളായ കെ ശശി, കവിത റജി, എം സുജിൻ, EN സാലിമോൻ, CPI നേതാക്കളായ TN രമേശൻ, ലീനമ്മ ഉദയകുമാർ, S ബിജു, B സദാനന്ദൻ, MD ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ പരിപാടിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിഷൻ ന്യൂസ്, വൈക്കം.